നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലയാളികൾ കണ്ട ഒരു വീഡിയോ ഉണ്ട്. അതായത് അത് കടന്ന് ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഒരു പെരുങ്കള്ളിയെ പിടികൂടുന്ന ഒരു ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ കണ്ട് മലയാളികൾ കൈയടിച്ചു. ഇവളുമാരെയൊക്കെ ഇങ്ങനെ തന്നെ പൂട്ടണമെന്ന് മലയാളികൾ കമന്റ് ഇടുകയും അത് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയുടെ സ്വത്ത് സംബന്ധിച്ച് വിജിലൻസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതായത് അടപടലം പൂട്ടാനുള്ള നീക്കത്തിലേക്കാണ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത്. അറസ്റ്റിലാകുമ്പോൾ ഇവരുടെ കാറിൽ നിന്ന് പിടിച്ചെടുത്ത 45,000 രൂപ കൈക്കൂലി പണമാണോ എന്നും ഇപ്പോൾ അന്വേഷണം ശക്തമാക്കുന്നുണ്ട്. അന്ന് ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഇവരെ നടു റോഡിൽ വെച്ചാണ് പിടികൂടുന്നതും ആ കാറിനുള്ളിൽ നിന്ന് വിജിലൻസ് പൈസ കണ്ടെടുക്കുന്നതും ഒക്കെ. ആ സമയത്ത് അവിടെ വലിയ ഒരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, പെരുങ്കള്ളിയാണ്, നല്ല പൊട്ടിക്കൽ കൊടുക്ക് സാറേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരാവശ്യവുമായി സർക്കാർ ഓഫീസുകളിലേക്ക് ചെല്ലുമ്പോൾ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നും നോക്കാതെ അവന്റെ പോക്കറ്റിൽ കൈയിട്ട് നക്കാൻ നോക്കുന്ന ഇമ്മാതിരി ഉദ്യോഗസ്ഥരെ നടു റോഡിൽ വെച്ച് തന്നെ പൂട്ടണം. അതിലൊരു ദയാദാക്ഷിണ്യവും കാണിക്കരുത്. അന്ന് ചേച്ചിയുടെ ഒരു പട്ടി ഷോ ഉണ്ടായിരുന്നു. കാറിനകത്തിരുന്ന് ഭയങ്കര കരച്ചിലും മാധ്യമങ്ങളെ മുഖം കാണിക്കാതെ മുഖത്തേക്ക് കൈവച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ, എന്നിട്ട് ഭയങ്കര പൊട്ടിക്കരച്ചിലായിരുന്നു. ആ പൊട്ടിക്കരച്ചിലിനൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല. നിങ്ങളുടെ മുതലക്കണ്ണീരൊന്നും ഇവിടെ ആരും കാണുന്നില്ല. മികച്ച ശമ്പളം ഉണ്ടായിട്ടും അതും പോരാ, കിമ്പളവും കൂടി വേണം എന്ന് പറഞ്ഞ് നടക്കുന്നത് എല്ലാത്തിനും ഇതൊക്കെ തന്നെയായിരിക്കണം കിട്ടേണ്ടതും. എന്തായാലും ചേച്ചിയെ ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്തതായി മേയർ എം അനിൽകുമാർ അറിയിച്ചിട്ടുമുണ്ട്. ഗൗരവമുള്ള കുറ്റകൃത്യമായതിനാൽ സർവീസ് ചട്ടപ്രകാരം തുടർ ശിക്ഷാ നടപടി ആവശ്യപ്പെട്ട് തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്. റിമാൻഡിലായ സ്വപ്ന ജയിലിലാകെ തളർന്ന മാനസികാവസ്ഥയിലാണ് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും സഹതടവുകാരുമായി ആശയവിനിമയം തീരെ കുറവാണ്. അതായത് ആരോടും മിണ്ടുന്നില്ല. ഞാനങ്ങ് കൊമ്പത്തെ ആളാണ് എന്നാണ് ജയിലിൽ പോയിട്ടും ചേച്ചി കാണിച്ചു കൂട്ടുന്നത്. അവിടെ നിന്ന് നല്ല ഇടി കിട്ടും. അല്ലാതെ കൂടുതൽ ഷോ ഒന്നും ഇറക്കാൻ ചെന്നു കഴിഞ്ഞാൽ അതായിരിക്കും കിട്ടാൻ പോകുന്നത്. ബുധനാഴ്ചയാണ് തൃശൂർ മണ്ണൂത്തി പൊള്ളന്നൂർ സ്വദേശി സ്വപ്ന വിജിലൻസിന്റെ പിടിയിലാകുന്നത്. എറണാകുളം സ്വദേശിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയ്ക്കെതിരെ വ്യാപകമായി പരാതി ലഭിച്ചിരുന്നതായി വിജിലൻസ് പറയുന്നുണ്ട്. 4 മാസത്തിലധികമായി വിജിലൻസ് സ്വപ്നയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നത്രേ. ഏജന്റുമാർ വഴി പണം വാങ്ങുന്നതിനാൽ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും സ്വപ്നയ്ക്ക് പിടി വീണില്ല. അതായത് നേരിട്ടായിരുന്നില്ല ഇവർ പണം വാങ്ങിയിരുന്നത്, അതിനും ഏജന്റുമാരെയൊക്കെ വെച്ചിരുന്നു. വിജിലൻസ് സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയ അഴിമതിക്കാരുടെ പട്ടികയിലും ഇവർ ഉൾപ്പെട്ടിരുന്നു. 2019 തൃശൂർ കോർപ്പറേഷനിലാണ് ഇവർ ജോലിയിൽ പ്രവേശിച്ചത്. തുടർന്ന് 2023 വൈറ്റില സോണൽ ഓഫീസിലെത്തി. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ റാങ്ക് ആയതിനാൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ പദവിയും കിട്ടി. ഒടുവിൽ എറണാകുളം സ്വദേശി 5 നില കെട്ടിടം നിർമ്മിക്കുന്നതിന് പെർമിറ്റ് തേടിയെത്തിയപ്പോൾ കൈക്കൂലി ആവശ്യപ്പെട്ടതോടെയാണ് ഇവരെ കുടുക്കാനുള്ള പദ്ധതികൾ വിജിലൻസ് തയ്യാറാക്കുന്നത്. കെട്ടിട നമ്പറിട്ട് ലഭിക്കാൻ ജനുവരിയിൽ അപേക്ഷ നൽകിയെങ്കിലും ഓരോ നിലയ്ക്കും 25,000 രൂപ വീതം കൈക്കൂലിയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഒടുവിൽ 15,000 രൂപയ്ക്ക് സമ്മതിക്കുകയായിരുന്നു. കെട്ടിട ഉടമ ഇക്കാര്യം വിജിലൻസിനെ അറിയിച്ചു. വിശ്വസ്തരായ ഏജന്റുമാരാണ് സ്വപ്നയ്ക്ക് വേണ്ടി പണം വാങ്ങാറുള്ളതെന്ന് വിജിലൻസ് വ്യക്തമാക്കി. തൃശൂരിലേക്ക് പോകുന്നതിനിടെ പണം വാങ്ങാനായിരുന്നു ഇവർ തീരുമാനിച്ചത്. അതിൽ തന്നെ പലതവണ ഇവർ പണം വാങ്ങുന്നതിനുള്ള സ്ഥലം മാറ്റിക്കൊണ്ടേയിരുന്നു. സ്വപ്ന പറഞ്ഞ 3 ഇടത്ത് വിജിലൻസ് നൽകിയ പണവുമായി കെട്ടിടം ഉടമ എത്തിയെങ്കിലും സ്വപ്ന വന്നില്ല. ഒടുവിൽ വൈറ്റില പൊന്നുരുന്നി പാലത്തിനടുത്തെത്താൻ നിർദ്ദേശിച്ചു. അവിടെ എത്തി പണം കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് സ്വപ്നയെ അടപടലം പൂട്ടിയത്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി എറണാകുളം മധ്യമേഖലാ വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് സ്വപ്ന വീണത്. ആള് ചില്ലറക്കാരിയൊന്നുമല്ല. വലിയ തുകയാണ് ഈ പാവങ്ങളോടും അതുപോലെ തന്നെ പണക്കാരോടും ഒക്കെ വാങ്ങുന്നത്. എന്നാൽ പിടിയിലായതോടെ സ്വപ്ന മാത്രമല്ല കുടുങ്ങാൻ പോകുന്നത്, മറ്റ് പലരും ഇപ്പോൾ അകത്താകുമെന്ന ഘട്ടമാണ്. കാരണം സ്വപ്ന ഇപ്പോൾ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കേസിൽ കൂടുതൽ വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. കോർപ്പറേഷനിലെ അഴിമതിക്കാരിൽ സ്വപ്ന അടക്കമുള്ളവർ ഒരു ചെറുമീൻ മാത്രമാണെന്നും അളയിൽ വലിയ ഇനങ്ങൾ ഉണ്ടെന്നുമുള്ള വിവരമാണ് ഇപ്പോൾ വിജിലൻസിന് കിട്ടിയിരിക്കുന്നത്. കോർപ്പറേഷനിൽ പകുതിയിലധികം ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും കൈക്കൂലിക്കാരാണ് എന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. താനാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൈക്കൂലി വാങ്ങുന്നതെന്നും സ്വപ്ന വിജിലൻസിനോട് വെളിപ്പെടുത്തി. സ്വപ്ന ഒരു മാസം കൈക്കൂലിയായി മാത്രം 3 ലക്ഷം രൂപ സമ്പാദിച്ചിരുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്.
കൈക്കൂലി പണം ഉപയോഗിച്ച് സ്ഥലവും വീടും വാങ്ങിയതായും വിജിലൻസിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. മറ്റ് കെട്ടിട ഇൻസ്പെക്ടർമാരുമായി ചേർന്നും സ്വപ്ന കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. കെട്ടിട ഇൻസ്പെക്ടർമാരും വിജിലൻസ് നിരീക്ഷണത്തിലാണ്. വിജിലൻസ് തയ്യാറാക്കിയ അഴിമതി പട്ടികയിലെ മുൻനിരക്കാരി കൂടിയാണ് സ്വപ്ന. പട്ടികയിൽ കോർപ്പറേഷന്റെ വൈറ്റിലയിലുള്ള സോണൽ ഓഫീസിലെ മറ്റു ഉദ്യോഗസ്ഥരുമുണ്ട്. സോണൽ ഓഫീസിനെതിരെ മുൻപും അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അനധികൃത കെട്ടിടം ക്രമവൽക്കരിക്കുന്നതിന് കോർപ്പറേഷനിലെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ 50 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായി LDF കൌൺസിലറായ PS ബിജു 4 മാസം മുൻപ് ആരോപണം ഉന്നയിച്ചിരുന്നു. കോർപ്പറേഷന്റെ സ്ഥിരം സമിതികളുടെ ചെയർമാൻമാർക്ക് നൽകാനാണ് ഈ പണമെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ വാദം. ഇക്കാര്യം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ചർച്ചയാവുകയും മേയർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അന്വേഷണം കാര്യമായി എവിടെയും എത്തിയില്ല എന്നാണ് അറിയുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിലും ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസിൽ അറസ്റ്റിലായിരുന്നു. ഇതിനു പിന്നാലെ അഴിമതി വിരുദ്ധ നടപടികളുടെ ഭാഗമായി ചില സ്ഥലം മാറ്റങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. എവിടെ തൊട്ടാലും പണം കിട്ടുമെന്നതാണ് കോർപ്പറേഷനിലെ അഴിമതിക്ക് പ്രധാന കാരണം. ബിൽഡിംഗ് പെർമിറ്റ്, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ് പുതുക്കലിന് ആരോഗ്യ വകുപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റ്, അനധികൃത കെട്ടിടങ്ങൾ നമ്പരിടുന്നതിന്, അവ അനധികൃതമാക്കുന്നതിന് തുടങ്ങി നഗരത്തിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാശൊഴുകും. വീടോ കെട്ടിടമോ എന്ത് നിർമ്മിച്ചാലും എന്തെങ്കിലും വിധത്തിലുള്ള ലംഘനങ്ങൾ ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർക്കറിയാം. ഇതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്ക് പണം ഒഴുകും. ഇത്തരത്തിൽ പണം വാങ്ങിയാലും കാര്യങ്ങൾ നടത്തിത്തരും എന്നതാണ് സ്വപ്നയെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത്. അങ്ങനെ ഒരു സ്വപ്ന വീണിട്ടുണ്ട്. ഇനി അടപടലം പലരും വീഴാനിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കൈക്കൂലി ചോദിക്കുന്നവരെ ഇങ്ങനെ തന്നെ നേരിടണം. പൊതുമധ്യത്തിൽ നിന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യണം. മാധ്യമങ്ങളിൽ ആ വാർത്ത വരണം. മുഖം ലോകം മുഴുവൻ കാണണം. ഇവരുടെ കുടുംബങ്ങൾക്കുൾപ്പെടെ നാണക്കേടാകും എന്ന് പിന്നീട് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലെങ്കിലും ഈ കൈക്കൂലി വാങ്ങി നക്കുന്ന ഏർപ്പാട് ഇവറ്റകൾ അവസാനിപ്പിക്കട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.